നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയ ഡൽഹി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്ക് കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. ഓശാന ഞായറായ ഇന്ന് ഓൾഡ് ഡൽഹിയിലെ സെന്റ് മേരീസ് പള്ളിയിൽ നിന്നുള്ള പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചതോടെ പള്ളിവളപ്പിലേക്ക് പ്രദക്ഷിണം മാറ്റുകയായിരുന്നു. നിശ്ചയിച്ച പോലെ കുരിശിന്റെ വഴി നടത്താൻ കഴിയാത്തതിൽ നിരാശയുണ്ടെന്ന് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ജോസഫ് തോമസ് കൂട്ടോ പ്രതികരിച്ചു. ഓൾഡ് ഡൽഹിയിലെ സെന്റ് മേരീസ് ദേവാലയം മുതൽ ഗോൾഡഖാനയിലെ സേക്രഡ് ഹെഡ് കാത്തീഡ്രൽ വരെയുള്ള കുരിശിന്റെ വഴിക്കാണ് ഡൽഹി പോലീസ് ഇത്തവണ അനുമതി നിഷേധിച്ചത്. സുരക്ഷാ കാരണങ്ങളും ട്രാഫിക് പ്രശ്നവും ചൂണ്ടിക്കാണിച്ച് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള പോലീസിന്റെ അറിയിപ്പ് ഏറെ വൈകിയാണ് സംഘാടകർക്ക് ലഭിച്ചത്. വർഷങ്ങളായി ഓശാന ഞായറിൽ കുരിശിന്റെ വഴി പ്രദക്ഷിണം നടത്താറുണ്ടെന്ന് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് സ്വാമിനാഥൻ. Actually, we had applied for the permission long back, but due to some reasons, security reason, they said they will not be able to give us permission. We don't know the reasons. തുടർന്ന് വൈകിട്ട് 3 മണിയോടെ ദേവാലയാങ്കണത്തിൽ വിശ്വാസികൾ ഒത്തുകൂടി. പള്ളിവളപ്പിലായിരുന്നു കുരിശിന്റെ വഴി പ്രദക്ഷിണം സംഘടിപ്പിച്ചത്. നിശ്ചയിച്ച പോലെ പരിപാടി നടത്താൻ കഴിയാത്തതിൽ നിരാശയെന്ന് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ജോസഫ് തോമസ് കൂട്ടോ. हम डिसअपॉइंटेड हो गए हैं क्योंकि वो मौका हमको नहीं मिल रहा है, लेकिन जैसे प्रभु ने फरमाया है वैसे ही हम करेंगे और ये भी मौका हमारे लिए बहुत ही अच्छा है, क्योंकि आखिर में जो हमको चाहिए ये है हमारी प्रार्थना और प्रभु के साथ जुड़ाव. സമീപത്തുള്ള സെന്റ് കൊളംബസ് സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി ദേവാലയ സന്നിധിയിൽ സമാപിച്ചു. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയുമടക്കം സന്ദർശനം നടത്തിയിട്ടുള്ള ദേവാലയമാണ് ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയം. സ്വാതന്ത്ര്യസമര കാലഘട്ടം മുതൽ നടന്നുവരുന്ന കുരിശിന്റെ വഴി കോവിഡ് കാലത്ത് മാത്രമാണ് മുൻപ് മുടങ്ങിയിട്ടുള്ളത്. ഡൽഹി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ നിന്നും ജോഗീർ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. നടപടി മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കുറ്റപ്പെടുത്തി. എന്നാൽ അനുമതി നിഷേധിച്ചത് സുരക്ഷാ കാരണങ്ങളാൽ ആണെന്നും മറ്റു വ്യാഖ്യാനങ്ങൾ തെറ്റാണെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും സന്ദർശനം നടത്തിയ ക്രൈസ്തവ ദേവാലയം. ഇവിടേക്കുള്ള കുരിശിന്റെ വഴി പ്രദക്ഷിണം തടഞ്ഞ ഡൽഹി പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെയും മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ രാജ്യത്ത് അതിക്രമം തുടരുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം കുരുത്തോല പ്രദക്ഷിണം തടഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിമർശിച്ചു. പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചത് ന്യൂനപക്ഷ വിരുദ്ധമെന്ന് CPIM. ആർക്കും ബോധ്യപ്പെടാത്ത ന്യായങ്ങളാണ്. ക്രമസമാധാനം പ്രശ്നം, ട്രാഫിക് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ന്യൂനപക്ഷ വിരുദ്ധമായ ഭരണ തീരുമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇത് ഒറ്റനോട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിനും ആരാധനാ സ്വാതന്ത്ര്യത്തിനും എതിരായിട്ടുള്ള നിലപാടാണ്. എന്നാൽ അനുമതി നിഷേധിച്ചത് സുരക്ഷാ കാരണങ്ങളാലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വിശദീകരണം. മറ്റു വ്യാഖ്യാനങ്ങൾ തെറ്റെന്നും മന്ത്രി. ഡൽഹിയിൽ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ് എന്നുള്ളത് കഴിഞ്ഞ 11-ാം തീയതി തൊട്ട് തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊസഷൻ ഇന്നലെ അനുവദിച്ചിരുന്നില്ല. അതുപോലെ ആ രീതിയിലുള്ള എല്ലാ പ്രൊസഷൻസും കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് അനുവദിക്കുന്നില്ല. പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതി. ഇത് മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നാക്രമണം ആർട്ടിക്കിൾ 26 നഗ്നമായ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അറ്റാക്ക് എന്ന സംഘപരിവാർ അജണ്ടയാണ്
വ്യക്തമായത്. വിശുദ്ധവാര തുടക്കത്തിൽ രാജ്യതലസ്ഥാനത്തെ ദേവാലയത്തിൽ കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ചത് ക്രൈസ്തവ വിഭാഗത്തിനുള്ളിൽ ചർച്ചയായിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തഹാവൂർ റാണിയെ എത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് സുരക്ഷാ ക്രമീകരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഡൽഹിയിൽ നടന്നത് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ. ഇന്നലെ ഹനുമാൻ ചാലീസേന്റെ പ്രോഗ്രാമിനും പെർമിഷൻ കൊടുത്തില്ല ഡൽഹി പോലീസ്, ഇന്നും കൊടുത്തില്ല. അത് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്നലെ മിഞ്ഞാന്ന് നടന്ന ഒരു എക്സ്ട്രഡിഷൻ പ്രൊസീഡിങ്, അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി ക്ലാം ഡൗൺ ഉണ്ട്. അതാണ് സത്യം. ഇപ്പോൾ വരുന്നൊരു വാർത്ത. കൊല്ലം അഞ്ചലിൽ ലഹരി മാഫിയയ്ക്കെതിരെ പ്രതികരിച്ചതിന് യുവാക്കൾക്ക് നേരെ കയ്യേറ്റം. നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉമേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സമീപത്ത് ഈ അഞ്ചൽ കരുകോൺ കടവറത്തുള്ള ഒരു ക്ഷേത്രത്തിന് സമീപത്ത് മദ്യപ സംഘം വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിട്ടത്. ഇതിനെ പ്രദേശത്തുള്ള യുവാക്കൾ ചേർന്നുകൊണ്ട് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ പ്രതികാരം എന്ന വണ്ണമാണ് ഇന്ന് ഈ യുവാക്കളിൽ ചിലർ നടന്നു പോകുന്ന വഴിയിൽ ഇവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ലക്ഷംവീട് സ്വദേശി വിശാഖിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയും ഇവരെ മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു. നിയാസ്, ഷമീം, കണ്ണൻ എന്നിവരും ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇവർ യുവാക്കളെ മദ്യലഹരിയിൽ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് യുവാക്കൾ ഇപ്പോൾ പോലീസിൽ അഞ്ചൽ ഏരൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ചിലർക്ക് അക്രമത്തിൽ പരിക്കേറ്റതായും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഉന്മേഷ്, ശരി. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന്. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച 4 യുവാക്കൾ പിടിയിലായെന്നുള്ള വാർത്ത ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് അറിയിക്കുന്നുണ്ട്. മട്ടാഞ്ചേരി പള്ളുരുത്തി സ്വദേശികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇന്നലെ രാത്രി നൈറ്റ് പട്രോളിംഗിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവർ ആക്രമിച്ചതെന്നാണ് വിഷ്ണു അറിയിക്കുന്നത്. കോഴിക്കോട് വീണ്ടും മയക്കുമരുന്ന് വേട്ട. MDMAയുമായി 2 പേർ പിടിയിലായി. കൊടുവള്ളി സ്വദേശി റബിൻ റഹ്മാൻ, പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരാണ് പിടിയിലായത്. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, മയക്കുമരുന്നിനെതിരെ ശക്തമായ പോരാട്ടമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ എക്സൈസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇത്തരം സംഘങ്ങളെ അമർച്ച ചെയ്യാനായിട്ടുള്ള പരിശോധന സംസ്ഥാനത്ത് തുടരുന്നു. ഇതിനിടയിലാണ് കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് വീണ്ടും മയക്കുമരുന്ന് പിടികൂടിയിരിക്കുന്നത്. MDMAയുമായാണ് 2 പേർ എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നത്. കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള റബിന്റെ വീട്ടിൽ അവർ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയായിരുന്നു. ആ പരിശോധനയ്ക്കിടയിലാണ് 9.5 ഗ്രാം MDMA കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 38,000 രൂപ വിലമതിക്കും എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒപ്പം തന്നെ ഈ യുവാവിൻ്റെ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് ഷാഫി എന്ന പാലക്കാട് പട്ടാമ്പി സ്വദേശിയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ബംഗളൂരിൽ നിന്നാണ് ഈ പ്രതികൾ ഇത്തരത്തിൽ MDMA കൊണ്ടുവരുന്നതെന്നും വലിയ രീതിയിൽ വലിയ അളവിൽ ഇവർ വിൽപ്പന നടത്തുന്നുണ്ട് എന്ന കാര്യവും എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ 2 പേർക്ക് ഇത് എത്തിച്ചു നൽകിയവരെയും സംബന്ധിച്ച് എക്സൈസിൻ്റെയും അന്വേഷണം തുടരുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് വിൽപ്പന ഈ വേളയിലൊക്കെ നടക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും വിഷുവിൻ്റെ ഒരു ആഘോഷ മൂഡിലാണ് നാട്. ഒപ്പം തന്നെ ഈസ്റ്ററിൻ്റെ ആഘോഷവും ഈ നാളുകളിൽ വലിയ രീതിയിൽ വിൽപ്പന പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബംഗളൂരിൽ നിന്ന് പ്രതികൾ എത്തിച്ചത്. അതിൽ വലിയ ശതമാനം വിൽപ്പന നടത്തി വളരെ ചെറിയ ഒരു അളവ് മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ 2 പേരെയും എക്സൈസ് ഉദ്യോഗസ്ഥരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം തുടരും. പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ശക്തമായ പ്രതിഷേധമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. അതിനിടെ നിയമനം ആവശ്യപ്പെട്ട് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം ഇന്ന് 12ാം ദിവസത്തിലേക്ക് കടന്നു. ഉച്ചയ്ക്ക് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണ് സമരം അവസാനിപ്പിക്കേണ്ട എന്ന തീരുമാനമെടുത്തത്. ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യവും അനുവദിക്കും വരെ സമരം തുടരും. സമരത്തെ തകർക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുവെന്ന് സമരസമിതി ആരോപിച്ചു. ഒരു ദിവസം 100 രൂപ എന്ന നിരക്കിൽ 3000 രൂപ അടിയന്തരമായി വർദ്ധിപ്പിച്ചുകൊണ്ടും വിരമിക്കൽ പ്രായത്തെ സംബന്ധിച്ചും ആനുകൂല്യത്തെ സംബന്ധിച്ചുമുള്ള തീരുമാനം അടിയന്തരമായി എടുത്തുകൊണ്ട് 2 ഡിമാൻഡുകൾ നേടിയെടുത്തിട്ട് മാത്രമേ ഈ സെക്രട്ടേറിയറ്റ് നടന്നുള്ള ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നമ്മളുടെ കമ്മിറ്റിയിലുണ്ടായത്.
ആശാ വർക്കേഴ്സിന്റെ സമരം രാഷ്ട്രീയമെന്ന നിലപാട് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ചു. സാംസ്കാരിക നായകർ ഇത് മനസ്സിലാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം നിയമനം ആവശ്യപ്പെട്ട് വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം 12ാം ദിവസത്തിലേക്ക് കടന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മൈം അവതരിപ്പിച്ചായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഒരാഴ്ച ശേഷിക്കെ സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്ന് ഉദ്യോഗാർത്ഥികൾ. ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കാരണം ഗവൺമെന്റ് ഒന്ന് മനസ്സ് വെച്ചാൽ 1 മണിക്കൂർ പോലും വേണ്ട. അവര് ഒന്ന് മനസ്സ് വെച്ച് PHQവിൽ അറിയിച്ചാൽ ഞങ്ങൾക്ക് വേക്കൻസി വരാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ലിസ്റ്റിംഗ് ക്യാൻസൽ ആവുന്നതിന് ഒരു 2 ദിവസം മുന്നെയാണ് അവർക്ക് വലിയ ബൾക്ക് വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഞങ്ങൾക്കും തരാവുന്നതേ ഉള്ളൂ. ഒരുപാട് പേരുണ്ട്. കാരണം കുട്ടികളെ ഒരു വയസ്സായതും 3 വയസ്സായ കുട്ടികളെ ഇട്ടിട്ട് ഇവിടെ വന്ന് സമരം ചെയ്യുന്നവരുണ്ട്. അതുപോലെ പല പല ജില്ലകൾ, കാസർഗോഡ്, അവിടെ നിന്നൊക്കെ ഇനി വന്ന് അത്രയും നാൾ നിൽക്കുക എന്ന് വെച്ചാൽ അത് വലിയ പാടാണ്. കാരണം കുട്ടികളൊക്കെ ഉള്ളവർ അതൊക്കെ വിട്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾ. വിഷുദിനമായ നാളെ പുതിയ സമരപരിപാടികൾക്ക് രൂപം നൽകും. 24 തിരുവനന്തപുരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ മണ്ഡലം കൺവെൻഷനുകളുമായി സജീവ സാന്നിധ്യമായി മുസ്ലിം ലീഗ്. നിലമ്പൂരിൽ നടന്ന രാഷ്ട്രീയ ജാഗ്രതാ സദസ്സിൽ PV അൻവറും പങ്കെടുത്തു. ഈ സർക്കാരിന്റെ പതനത്തിന് തുടക്കമാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ആരാകണമെന്ന ചർച്ച കോൺഗ്രസിന് വിട്ട് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് മുസ്ലിം ലീഗ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ 2ാമത്തെ കൺവെൻഷനും സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥി പട്ടികയിലെ ആദ്യ പേരുകാരായ ആര്യാടൻ ഷൗക്കത്തും VS ജോയിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. PV അൻവറിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി. അൻവറിന്റെ മുന്നണി പ്രവേശന ചർച്ചകൾ സജീവമായിരിക്കെയാണ് വീണ്ടും ലീഗ് വേദിയിൽ എത്തിയത്. UDF ഒറ്റക്കെട്ടാണെന്നും അതിലാരും മനപ്പായസം ഉണ്ണേണ്ടെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മലപ്പുറത്ത് ഐക്യമുന്നണി അഭിപ്രായ വ്യത്യാസത്തിലാണെന്ന്. പക്ഷേ അങ്ങനെ ആരും മനപ്പായസം ഉണ്ണേണ്ടതില്ല. ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായിട്ട് തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും ഇനി വരാനിരിക്കുന്ന ലോക്സഭ, നിയമസഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി ആ ഐക്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ വിജയത്തിലേക്ക് എത്തും. തിരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ നിലമ്പൂരിലെ കാര്യം എഴുതാം. ഇവിടെ വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കും. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എത്തിച്ചതിന് ക്ഷമ ചോദിക്കുന്നുവെന്ന് പറഞ്ഞ PV അൻവർ പിണറായി വിജയനും ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തവണയെന്ന് കൂട്ടിച്ചേർത്തു. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് UDFും LDFും തമ്മിലാണ് എന്ന് ആരും കരുതണ്ട. ഈ തെരഞ്ഞെടുപ്പ് പിണറായിയും കേരളത്തിലെ ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. കേരളത്തിലെ ജനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അതിൽ എല്ലാ ജാതി മതസ്ഥരുമുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിനകം KPCC ഹൈക്കമാൻഡിന് സമർപ്പിക്കും. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് LDF പരിഗണിക്കുന്നത്. 24 മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കിയ പാർട്ടികൾ. കോൺഗ്രസിന് ആശയക്കുഴപ്പമില്ലെന്നും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൊല്ലത്ത് പറഞ്ഞു. കോൺഗ്രസിൽ ഒരു ആശയക്കുഴപ്പമില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥിയും വരും. ഡോണ്ട് വറി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി വരും. ഡോണ്ട് വറി. ഉപതെരഞ്ഞെടുപ്പിന് BJP സുസജ്ജമെന്ന് MT രമേശ്. ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ BJPക്ക് ഒരു ധൃതിയുമില്ലെന്നും MT രമേശ് കോഴിക്കോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ഞങ്ങളെക്കാൾ ധൃതി നിങ്ങൾക്ക് എന്തിനാണ്? ഞങ്ങൾക്കൊരു ധൃതിയുമില്ല. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞങ്ങൾ പ്രാഥമികമായ ആലോചന നടത്തിയിട്ടുണ്ട്, തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആലോചിക്കും. പിന്നെന്താ, തീർച്ചയായിട്ടും. വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് ദുബായിലെ മലയാളികൾ. വ്യാപാര സ്ഥാപനങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദുബായിൽ നിന്നും അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മനസ്സ് നിറഞ്ഞ് വിഷു ആഘോഷിക്കുകയാണ് പ്രവാസി മലയാളികളും. പ്രവാസി ലോകത്തെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം നാളെ വിഷു കണി ഒരുക്കുന്നതിൻ്റെയും വിഷു സദ്യ ഒരുക്കുന്നതിനുമായുള്ള സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ തിരക്കിലാണ് പ്രവാസി മലയാളികൾ. കണി ഒരുക്കുന്നതിനായി കണി വെള്ളരിയും വിഷു കണിക്കൊന്നയും എല്ലാം നാട്ടിൽ നിന്നും പ്രത്യേകം എത്തിച്ചാണ് ഓരോ സൂപ്പർ മാർക്കറ്റുകളിലും വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത്. വിഷുവിനുള്ള സാധനങ്ങൾ എടുക്കാൻ വന്നതാണ്. എല്ലാ വർഷവും നന്നായി ആഘോഷിക്കാറുണ്ട്. നാളെ ഓഫീസുണ്ട്, അതുകൊണ്ട്. നാട്ടിൽ പോകാനാണോ? ഇല്ല, ഇവിടെ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ 10 years ആയി. അപ്പോൾ എല്ലാ വർഷവും ലുലു തന്നെ ആയിരിക്കും നമ്മുടെ വിഷു സാധനങ്ങൾ മേടിക്കലും ഇതെല്ലാം. പിന്നെ
വിഷുക്കണി ആൾറെഡി കണ്ടു ലുലുവിൻ്റെ വക, വളരെ സന്തോഷം. ഈ കണിക്കൊന്നയും കണിവെള്ളരിയും എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചാണ് പ്രവാസി മലയാളികൾക്ക് കണി ഒരുക്കുവാനായി ഓരോ സൂപ്പർ മാർക്കറ്റുകളും സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം വാങ്ങുവാനായി ആളുകളുടെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇനി വീടുകളിൽ സദ്യ ഒരുക്കാൻ കഴിയാതെ പോകുന്നവർക്ക് ഇവിടെയുള്ള ഹോട്ടലുകൾ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ട്. യുഎയിലെ വിവിധ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ നേതൃത്വത്തിൽ പായസമേളയടക്കം വിഷുവിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സദ്യയൊക്കെ ഒരുക്കാനുള്ള ശ്രമത്തിലാണ്. അതിന് വേണ്ടിയിട്ടാണ് ലുലുവിൽ വന്നത്. നമ്മൾ എല്ലാം കണ്ടിട്ട് പറഞ്ഞ ചക്ക ഫെസ്റ്റിവൽ ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ അതിനൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും ശരി, പാരൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിഷു പ്രാവശ്യത്തെ അടിപൊളിയാക്കാനുള്ള ശ്രമത്തിലാണ്. ഫസ്റ്റ് ടൈമാണ് യു എയിലെ വിഷു. അപ്പം ജസ്റ്റ് കോടി എടുക്കാനൊക്കെ ഓർത്ത് ഇറങ്ങിയതാണ്. செலிப்ரேட் பண்ணுவோம், அதெல்லாம் ப்ராப்ளம் இல்லை. மேக்ஸிமம் நான் என்னோட ஆஃபீஸில் எல்லாம் மலையாளிஸ் தான். நல்லா விஷு நல்லா സെലിബ്രേറ്റ് பண்ணுவோம். സദ്യവട്ടങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതോടൊപ്പം തന്നെ വിഷുക്കോടി എടുക്കാനും ഇവിടെ ആളുകളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാ ആഘോഷങ്ങളും ഒരേ മനസ്സോടുകൂടി ഒന്നിച്ചാഘോഷിക്കുന്നവരാണ് പ്രവാസികൾ. ഈ വിഷു എത്തുമ്പോഴും അതിന് മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. ഇനിയിപ്പോഴാ ഈസ്റ്റർ വരാനിരിക്കുന്നുണ്ട്. ഈ ഈസ്റ്ററും വിഷുവും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇവിടെയുള്ള പ്രവാസി മലയാളികൾ എല്ലാവരും. വീടുകളിൽ സദ്യ ഒരുക്കിയും ബാച്ചിലർ മുറികളിലാണെങ്കിലും ഒരുമിച്ച് ചേർന്ന് സദ്യ ഒരുക്കിയും എല്ലാം ആഘോഷം കെങ്കേമമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പറാഗ്, 24. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം തുടരുന്ന ബംഗാളിലെ മുർഷിദാബാദിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചു. സംഘർഷവുമായി ബന്ധപ്പെട്ട് പിടിയിലായവരുടെ എണ്ണം 150ആയി. സർവകക്ഷി യോഗം വിളിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ച വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഒരു കൂട്ടം അക്രമികൾ ചേർന്ന് വാഹനങ്ങൾക്ക് തീയിടുകയും കെട്ടിടങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു. സംഘർഷത്തിൽ ഇതുവരെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. സാഹചര്യങ്ങൾ വഷളായതോടെ 5 കമ്പനി BSF സേനയെ കൂടി മേഖലയിൽ വിന്യസിച്ചു. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവനുസരിച്ചാണ് നടപടി. പോലീസുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമെങ്കിൽ കൂടുതൽ സേനയെ അയക്കാൻ തയ്യാറാണെന്നും BSF അറിയിച്ചു. കലാപങ്ങളിൽ പശ്ചിമബംഗാൾ ഗവർണർ CB ആനന്ദബോസ് ആശങ്ക പ്രകടിപ്പിച്ചു. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട 12 പേരെ കൂടി പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തു. മേഖലയിൽ ഇന്ന് പുതിയ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. 24 ഡൽഹി. ബംഗാൾ മുർഷിദാബാദിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായതിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഗവർണർ CB ആനന്ദബോസ്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ചർച്ച നടത്തി. കേന്ദ്ര സർക്കാരും ആഭ്യന്തര മന്ത്രാലയവും സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ടെന്നും ഗവർണർ അറിയിച്ചു. Rajbhavan Core Group has been monitoring the situation in Murshidabad and other violence hit areas on a real-time basis. Discussions have been held between the governor and the chief minister. Government of India, Ministry of Home Affairs is watching the situation diligently, effectively. 9 companies of BSF are there, CRPF and RAF are ready. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് നടൻ വിജയ് അധ്യക്ഷനായ തമിഴക വെട്രിക്കഴകം നിയമം അംഗീകരിക്കാനാകില്ലെന്ന് വിജയ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാട് സർക്കാരും DMKയും നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. AIADMK NDA ക്യാമ്പിലെത്തിയതോടെ മുസ്ലിം വിഭാഗത്തെ കൂടെ നിർത്താനുള്ള ശ്രമമായിട്ടാണ് TVKയുടെ നീക്കത്തെ DMK അടക്കമുള്ള കക്ഷികൾ കാണുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കർണാടകയിൽ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടെന്ന് കർണാടക പോലീസ്. കർണാടകയിലെ ഹുബ്ബള്ളിയിലാണ് സംഭവം. ബീഹാർ സ്വദേശിയായ നിതീഷ് കുമാറാണ് കൊല്ലപ്പെട്ടത്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, 5 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതിയാണ് ഈ ബീഹാർ സ്വദേശിയായിട്ടുള്ള നിതീഷ് കുമാർ. ഇയാൾക്ക് 35 വയസ്സായിരുന്നു. ഇന്നലെ ആയിരുന്നു സംഭവം. ഇത്തരത്തിൽ
പെൺകുട്ടിയുടെ മാതാവ് ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയാണ്. അവിടേക്ക് കുട്ടിയുമായി പോകുന്നു. ശേഷം കുട്ടിയെ ഇവിടെ വെച്ച് ഇയാൾ തട്ടിക്കൊണ്ടുപോയി. നീണ്ട തിരച്ചിലിനൊടുവിൽ ഈ ബ്യൂട്ടി പാർലറിന് എതിർവശത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു. കൊലപ്പെടുത്തിയാണ് ഇവിടെ ഉപേക്ഷിച്ച് ഇയാൾ മടങ്ങിയത്. അതിനുശേഷം സ്ഥലത്ത് വലിയ ഒരു സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. ഏതാണ്ട് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതി ഇതാണെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ നാട്ടുകാർ തടിച്ചുകൂടുകയും ഇയാളുടെ വീട് ആക്രമിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പോലീസ് നടത്തിയ തിരച്ചിലിനൊടുവിൽ ഇന്ന് ഇയാളെ കണ്ടെത്തി. ശേഷം പിടികൂടുന്നതിനിടയിൽ മറ്റു പോലീസ് സംഘത്തിന് നേരെ ഇയാൾ വെടിയുതിർത്തു. ഒരു പോലീസുകാരന് പരിക്കേറ്റു എന്നൊക്കെ ഇപ്പോൾ ഹുബ്ബള്ളി SP ശശികുമാർ പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വെടിവെക്കുകയും ഇയാൾ കൊല്ലപ്പെടുകയും ചെയ്തെന്നാണ് പറയുന്നത്. എന്തായാലും ഇയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പരിക്കേറ്റ പോലീസുകാരൻ ഇപ്പോൾ ചികിത്സയിലാണെന്നും അറിയുന്നുണ്ട്. ഉന്മേഷ്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയുടെ പര്യടനം തുടരുകയാണ്. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University, Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. SKN40 കേരള യാത്ര വയനാട് ജില്ലയിലെ ആദ്യ ദിന പര്യടനം പൂർത്തിയാക്കി. പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച യാത്ര സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിലും ബാവലി മക്കാം ഉറൂസിലും മാനന്തവാടിയിലും പര്യടനം നടത്തി. ജനപ്രതിനിധികൾ ഉൾപ്പെടെ 100 കണക്കിന് പേർ യാത്രയുടെ ഭാഗമായി. മോർണിംഗ് ഷോ വരുന്നത് പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ സംസാരിക്കുന്നത്. വിഷുവും ഈസ്റ്ററും ഇങ്ങെത്തി. ആഘോഷത്തിനൊരുങ്ങുന്ന വയനാട്ടിലേക്ക് SKN40 കേരള യാത്ര എത്തിയപ്പോൾ ആവേശം വാനോളം. ഇത് കേരളത്തിലെ ഏക സീതാ ലവകുശ പ്രതിഷ്ഠാ ക്ഷേത്രമാണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏക സീതാദേവി ലവകുശ ക്ഷേത്രമാണിത്. ശ്രീ സീതാദേവി ലവകുശ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് യാത്രയുടെ ആദ്യ ദിന പര്യടനം ആരംഭിച്ചത്. ആയിക്കോട്ടെ വളരെ സന്തോഷം. ഞങ്ങളുടെ ചെറിയ കുട്ടികളെ നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണം. അതിന് നമ്മൾ ശക്തിയായിട്ട് നമ്മുടെ കൂടെ വേണം. ഈ MDMA പോലുള്ള മാരകതൊക്കെ ഉപയോഗിച്ച് അതിൽ നിന്ന് മുക്തി നേടാനും മറ്റു തൊഴിലില്ലാത്ത ആളുകളുണ്ടെങ്കിൽ സാർ അവരെ ഞങ്ങളെ ഏൽപ്പിച്ചോ, ഞങ്ങളവരെ കൃഷി പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ഇതിനെതിരെയുള്ള വലിയ ക്യാമ്പയിൻ, ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു മാധ്യമം രംഗത്ത് വന്ന് ഇത്രയും വലിയൊരു ക്യാമ്പയിൻ നടന്നത്. അപ്പൊ നിങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ, ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. നമുക്ക് എങ്ങനെയാ ഇതിനെതിരെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ ഉണ്ടല്ലോ. 9:30 പുൽപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ യാത്രയെത്തി. ഓശാന ഞായറിന്റെ കുരുത്തോല വാഴ്വിലായിരുന്നു വിശ്വാസികൾ. ആശംസ അറിയിച്ച ഫാദർ ചാക്കോ ചേലപ്പറമ്പ് യാത്രയ്ക്ക് സഭയുടെ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. നമ്മുടെ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നമ്മുടെ യുവ സമൂഹത്തെയും കുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാവരെയും തന്നെ ഒരു ക്യാൻസർ പോലെ കാർന്നു തിന്നുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു. ഇതിനെതിരെ ശക്തിയുക്തം നമ്മൾ എല്ലാവരും ഒന്നിച്ചു പോരാടണം. വയനാടിന്റെ സാഹോദര്യം വിളിച്ചോതുന്ന ബാവലി മക്കാമിലും യാത്രയെത്തി. ബാവലി ചെക്ക് പോസ്റ്റിൽ ലഹരിക്കെതിരെ മനുഷ്യമതിൽ. വൈകുന്നേരം 4:30 മാനന്തവാടി ഗാന്ധി പാർക്കിലും യാത്രയെത്തി.
ലഹരി പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രില്ലും അരങ്ങേറി. ലഹരിക്കെതിരെ മാനന്തവാടിയിൽ നാടൊന്നാകെ ഒന്നിച്ചു. ഹായ് മാനന്തവാടി, മാനന്തവാടി ഒന്നിച്ചുണർന്നോ. അവസാനത്തെ നരാധവനും ഈ നല്ല മണ്ണ് കേരളം വിട്ടുപോകണം. കേരളത്തിൽ ഒരുവനും ഇനി MDMA പോലുള്ള മാരക രാസലഹരി വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. എല്ലാവരും കടന്നു പോകണം. നമ്മുടെ നാട് സമാധാനത്തോടെ കഴിയണം. സമാധാനം ധ്വംസിക്കാൻ ഒരു ശക്തിയെ നമ്മൾ അനുവദിക്കില്ലെന്ന് വിളിച്ചു പറയാൻ നിങ്ങൾ കോഴിക്കോട് വരൂ. നാളെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് യാത്രാ പ്രയാണം തുടങ്ങും. 24 വയനാട്. വയനാടിന്റെ സാഹോദര്യത്തിന്റെ പ്രതീകമായ ബാവലി മക്കാം ഉറൂസ് വേദിയിലെത്തി SKN40 കേരള യാത്ര. ആയിരക്കണക്കിന് ആളുകളാണ് യാത്രയ്ക്ക് പിന്തുണ അറിയിച്ചത്. ജാതിമത ഭേദമന്യേ 30,000-ലധികം ആളുകൾക്കാണ് ഇവിടെ അന്നദാനം നടത്തുന്നത്. ഉച്ചക്ക് 12:30 പ്രസിദ്ധമായ ഹസ്രത്ത് ബാവ അലി മക്കാം ഉറൂസിലേക്ക് കേരള യാത്ര എത്തിയത്. കണിക്കൊന്ന നൽകി സ്വീകരണം. മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസിന്റെ സമാപനമാണ് ഇന്ന്. കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ നേർച്ചക്കെത്താറുണ്ട്. 30,000-ലധികം പേർക്ക് ഇന്ന് മാത്രം ഭക്ഷണം നൽകുന്നുണ്ട്. മട്ടൺ ബിരിയാണിയാണ് വിഭവം. എല്ലാ വർഷവും ഇതുപോലെ 30-35 കിൻഡൽ അരിയുടെ ഭക്ഷണം തയ്യാറാക്കും. 35,000-40,000 പാക്കറ്റുകളിലാക്കിയിട്ട് ഇത് വിതരണം ചെയ്യും. ഇത് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് വിശ്വാസികൾ കർണാടകയിൽ നിന്ന് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരും. എല്ലാ ജാതിക്കാരും എല്ലാ മതസ്ഥരും ഒരുമിച്ച് ഒത്തൊരുമയോട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് എല്ലാ വർഷവും ഈ സമയത്ത് ഇവിടെ ആൾക്കാരുണ്ടാവും. കർണാടകയിൽ നിന്നുള്ള ആളുകളെത്തി സൗജന്യമായാണ് ഇറച്ചി പാചകത്തിനായി തയ്യാറാക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് മഖാം. എല്ലാ ദിവസവും ഇവിടെ നിലവിളക്ക് കൂടി കത്തിക്കും. മഖാമിലെത്തുന്ന അമുസ്ലിങ്ങൾക്ക് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാനാണിത്. ഇതര മതസ്ഥർ എല്ലാവരും ചേർന്നാണ് വർഷങ്ങളായി ഉറൂസ് നടത്തുന്നത്. 24 വയനാട്. SKN40 കേരള യാത്ര ഏറ്റെടുത്ത് വയനാട്. ബാവലി ചെക്ക് പോസ്റ്റിന് സമീപം ആദിവാസി വിഭാഗത്തിലുള്ളവർ അവതരിപ്പിച്ച നാടൻ പാട്ട് ആവേശമായി. തിരുനെല്ലി ആദിവാസി സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായുള്ള ബായിസാക് യൂത്ത് റിസോഴ്സ് സെന്ററിലെ ബാലസഭാ കുട്ടികളാണ് നാടൻ പാട്ട് അവതരിപ്പിച്ചത്. മലയാടി വാടത്തു വാരത്ത മൊട്ടത്തി മണ്ണെടുപ്പ പോഞ്ചോളൂ, മലയാടി വാരത്തു വാരത്ത മൊട്ടത്തി മണ്ണെടുപ്പ പോഞ്ചോളൂ. കാട്ടുനായിക്ക, പണിയ, അടിയ വിഭാഗങ്ങളിലെ കുട്ടികൾ നാടൻ പാട്ടുകൾ അവതരിപ്പിച്ചത് തനത് ഭാഷയിൽ. ചിന്നാത്തോളകെ തുങ്കരുമ അത്തിന ഊവായിട്ടോ സമി അത്തിന കായായിട്ടോ, അത്തിന ഊവായിട്ടോ സമി അത്തിന കായായിട്ടോ, രാഘവരാഗണിക്കേ സമി രാഘവരാഗണിക്കേ, രാഘവരാഗണിക്കേ സമി രാഘവരാഗണിക്കേ. ബാർഡർ ഏരിയകളിൽ ഈ മദ്യവിൽപ്പനകൾ കർശനമായിട്ട് കേരളം കർണാടകം കൂടിയിട്ട് നമ്മൾ ഇത് ചെയ്താലേ നമ്മളെ കുട്ടികൾക്ക് ഭാവികൾക്ക് നല്ലതെന്ന് വരും. സമൂഹത്തെ മൊത്തം നശിപ്പിക്കുന്ന ഒരു മാരകമായിട്ടുള്ള ഈ വിപത്തിനെതിരെ 24 ഈ ബോധവൽക്കരണ പരിപാടിയിൽ ഇറങ്ങിത്തിരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. യാത്രക്കുള്ള കാടിന്റെ മക്കളുടെ പിന്തുണ ലഹരി വിരുദ്ധ യാത്രക്ക് പകർന്ന ഊർജം ചെറുതല്ല. 24 വയനാട്. മുംബൈ ഭീകരാക്രമണത്തിനുള്ള ഗൂഢാലോചന നടന്നത് ദുബായിലെന്ന് സൂചന. ആക്രമണത്തിന് മുൻപ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ നിർദ്ദേശമനുസരിച്ച് തഹാവൂർ റാണ ദുബായിൽ ISI ഏജന്റിനെ കണ്ടു എന്നാണ് വിവരം. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് സഹകരിക്കാത്ത റാണ വ്യക്തിവിവരങ്ങളും പാക് ബന്ധുവും അന്വേഷണ സംഘത്തോട് പങ്കുവച്ചു. രണ്ടാം ദിന ചോദ്യം ചെയ്യലിൽ തഹാവൂർ റാണയോട് അന്വേഷണ സംഘം തേടിയത് ഡേവിഡ് കോൾമൻ ഹെഡ്ലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഹെഡ്ലിയുടെ നിർദ്ദേശമനുസരിച്ച് തഹാവൂർ റാണ ദുബായിൽ പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനെ കണ്ടു എന്നാണ് വിവരം. ആക്രമണത്തിന് മുൻപ് റാണ ദുബായിൽ ഒരാളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം അമേരിക്ക ഇന്ത്യയ്ക്ക് കൈമാറി. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് സഹകരിക്കാത്ത തഹാവൂർ റാണ വ്യക്തിവിവരങ്ങളും പാക് ബന്ധവും അന്വേഷണ സംഘവുമായി പങ്കുവച്ചു.
പിതാവ് സ്കൂൾ പ്രിൻസിപ്പലെന്നും 2 സഹോദരന്മാരിൽ ഒരാൾ പാക് സൈന്യത്തിലും ഒരാൾ മാധ്യമപ്രവർത്തകനെന്നും മൊഴി നൽകി. ശബ്ദ സാമ്പിൾ നൽകാൻ തഹവൂർ റാണ വിസമ്മതിച്ചതായി NIA വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ ശബ്ദ സാമ്പിൾ പരിശോധനയ്ക്ക് കോടതിയുടെ അനുമതി തേടാനാണ് NIA ആലോചന. 24 ഡൽഹി. മാസപ്പടി കേസിലെ CPI നിലപാടിൽ LDF-നുണ്ടായ ഭിന്നത തുടരുന്നു. CPIM-ന് മുഖ്യമന്ത്രിക്കും കീഴ്പ്പെട്ട പാർട്ടിയാകരുത് എന്ന CPI-യിലെ അഭിപ്രായമാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. മറ്റ് ഘടകകക്ഷികളാകട്ടെ നിലപാട് പരസ്യപ്പെടുത്തിയിട്ടുമില്ല. CPI നേതൃയോഗങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങളാണ് പാളയത്തിൽ പടയ്ക്ക് വഴിവെച്ചത്. വീണയെ പ്രതി ചേർക്കാൻ SFIO തീരുമാനിച്ചത് പുറത്തുവന്ന് വൈകാതെ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് ബിനോയ് വിശ്വം നടത്തിയ പ്രസ്താവന പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഇതോടെ ബിനോയ് വിശ്വം നിലപാട് മാറ്റി. മാസപ്പടി കേസ് LDF രാഷ്ട്രീയമായി ഏറ്റെടുക്കേണ്ടതില്ലെന്ന CPI പ്രഖ്യാപനത്തിനെതിരെ CPIM-ൽ ഉരുണ്ടുകൂടിയ അമർഷം മന്ത്രി V ശിവൻകുട്ടിയിലൂടെ പുറത്തുവന്നു. എന്നാൽ വീണയ്ക്ക് അവരുടെ കാര്യം നോക്കാൻ പ്രാപ്തിയുണ്ടെന്നും മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്താൻ ശ്രമിച്ചാൽ നേരിടുമെന്നും ബിനോയ് വിശ്വം മയപ്പെടുത്തി. പക്ഷേ CPIM-ലെ അതൃപ്തി മറ്റു നേതാക്കളിലൂടെ പുറത്തുവരികയാണ്. സ്വർണ്ണക്കടത്ത് വിവാദം ഉയർന്നപ്പോൾ LDF യോഗം ചേർന്നാണ് പ്രതിരോധവും പ്രചാരണ പരിപാടികളും തീരുമാനിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ കുടുംബം ഉൾപ്പെട്ട പ്രശ്നത്തിൽ അതാകില്ല സമീപനമെന്നാണ് CPIയുടെ വിയോജിപ്പിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. മറ്റു ഘടകകക്ഷികളുടെ നിലപാട് വരും ദിവസങ്ങളിൽ നിർണായകമാകും. സർക്കാരിന്റെ വാർഷിക പരിപാടികൾ 21-ന് തുടങ്ങുന്നതിനാൽ മുന്നണി യോഗവും ഉടൻ ചേരാൻ സാധ്യതയില്ല. 24 തിരുവനന്തപുരം. മുതിർന്ന CPIM നേതാവ് G സുധാകരൻ ഉദ്ഘാടകനായ KPCCയുടെ പുസ്തക ചർച്ച മാറ്റിവെച്ചു. ഇന്ന് നടക്കേണ്ട പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ G സുധാകരൻ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ് അടുത്ത ഞായറാഴ്ചയിലേക്ക് മാറ്റിയത്. KPCCയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനിയാണ് പുസ്തക ചർച്ച സംഘടിപ്പിക്കുന്നത്. സഹോദരപുത്രന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിനാൽ എത്താൻ കഴിയില്ലെന്ന് G സുധാകരൻ അറിയിച്ചതിനെ തുടർന്ന് പരിപാടി അടുത്ത ഞായറാഴ്ചയിലേക്ക് മാറ്റിവെച്ചതായാണ് സംഘാടകർ അറിയിക്കുന്നത്. പുസ്തക ചർച്ചയുടെ ഉദ്ഘാടനത്തിനാണ് G സുധാകരനെ ക്ഷണിച്ചത്. പുസ്തക ചർച്ചയുടെ ഉദ്ഘാടകനായി G സുധാകരന്റെ ചിത്രവും പേരും നോട്ടീസിൽ ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ അനുവാദത്തോടെയാണെന്നാണ് സംഘാടകർ അറിയിക്കുന്നത്. തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച സെമിനാറിൽ G സുധാകരൻ പങ്കെടുത്തത് വിവാദമായിരുന്നു. എന്നാൽ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത് MA ബേബി G സുധാകരന്റെ വസതിയിൽ നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്തിയത് G സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് വീണ്ടും KPCC പരിപാടിയിൽ G സുധാകരനെ ക്ഷണിച്ചിരിക്കുന്നത്. 24 ആലപ്പുഴ. പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകൻ ഡോക്ടർ KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള തീരുമാനത്തിൽ വിവാദം തുടരുന്നു. മതരാഷ്ട്രം കൈകാര്യം ചെയ്യുന്നവർ പലതും തിരികെ കയറ്റാൻ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി P രാജീവിന്റെ കുറ്റപ്പെടുത്തൽ. മറ്റ് നേതാക്കളുടെ പേരിലുള്ള സ്ഥാപനങ്ങൾ ഉയർത്തിക്കാണിച്ച് പ്രതിരോധം തീർക്കുകയാണ് BJP. പാലക്കാട് നഗരസഭ ഭിന്നശേഷിക്കാർക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാറിന്റെ പേരിടാനുള്ള തീരുമാനമാണ് വിവാദമായത്. പരിചിതമല്ലാത്ത പല രീതികളും കേരളത്തിലെത്തുമെന്ന് മന്ത്രി P രാജീവ് വിമർശിച്ചു. മതരാഷ്ട്രം കൈകാര്യം ചെയ്യുന്നവർ പലതും തിരികെ കയറ്റാൻ ശ്രമിക്കുന്നെന്നും മന്ത്രി പറഞ്ഞു. പല രീതികളും ഇപ്പോൾ കേരളത്തിൽ വരുന്നുണ്ടല്ലോ, നമുക്ക് പരിചയമില്ലാത്ത രീതികൾ. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രകടനത്തിൽ ബ്രദർഹുഡ് വരുന്നു, ഇവിടെ നഗരസഭയുടെ ഇതിനകത്ത് ഹെഡ്ഗേവർ വരുന്നു. അപ്പോൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പലതും തിരികെ കയറ്റാൻ ഇത്തരം ഘട്ടങ്ങൾ ശ്രമിക്കുന്നുണ്ട്. CPIM മുസ്ലിം ലീഗ് നേതാക്കളുടെ പേരുകളിലുള്ള സ്ഥാപനങ്ങൾ ഉയർത്തിക്കാണിച്ചാണ് BJPയുടെ പ്രതിരോധം. ഇത്തരത്തിൽ മുൻകൂർ അനുമതി നൽകിയതിൽ യാതൊരുവിധ തരത്തിലുള്ള നിയമവിരുദ്ധതയുമില്ല. അത്തരത്തിൽ നൽകുവാനുള്ള മുഴുവൻ അധികാരവും പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഉണ്ട്. പേരിടലിൽ പ്രതിഷേധിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടക്കമുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. 24 പാലക്കാട്. പ്രവേശനത്തിന് ആചാരപരമായി നിയന്ത്രണമുണ്ടായിരുന്ന ക്ഷേത്ര നാലമ്പലത്തിൽ പ്രവേശിച്ച ജനങ്ങൾ കാസർഗോഡ് പിലിക്കോട് രൈരമംഗലം ഭഗവതി ക്ഷേത്രത്തിലാണ് നിനവ് പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ 30ഓളം പേർ പ്രവേശിച്ചത്. വിശേഷ ദിവസങ്ങളിൽ നമ്പൂതിരി, വാര്യർ, മാരാർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായിരുന്നു പ്രവേശനം. വർഷങ്ങളായി ഭക്തർക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ലാത്ത പിലിക്കോട് രൈരമംഗലം ഭഗവതി ക്ഷേത്രത്തിലാണ് ഇന്ന് 30 അംഗ സംഘം പ്രവേശിച്ചത്. പ്രാർത്ഥനയ്ക്ക് ശേഷം ശ്രീകോവിലിന് മുന്നിലെത്തി പ്രസാദവും വാങ്ങിയാണ് ഇവർ മടങ്ങിയത്. കഴിഞ്ഞ ഡിസംബറിൽ നാലമ്പല പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിനവ് പുരുഷ സ്വയം സഹായ സംഘം പ്രമേയം പാസാക്കിയിരുന്നു. പിന്നീട് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചാണ് നാലമ്പലത്തിൽ പ്രവേശിച്ചത്. 16/12/24 ആണ് പ്രമേയം പാസാക്കിയത്. അതായത് നമ്മുടെ നാട്ടിലെ
ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള രായരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ 4 അമ്പല പ്രവേശനം വേണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രമേയം പാസാക്കി. വരും ദിവസങ്ങളിലും ഭക്തരോട് 4 അമ്പലത്തിൽ പ്രവേശിക്കാൻ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. നമ്പൂതിരി, വാര്യർ, മാരാർ വിഭാഗത്തിലെ പ്രതിനിധികൾക്ക് മാത്രമായിരുന്നു നേരത്തെ വിശേഷ ദിവസങ്ങളിൽ 4 അമ്പലത്തിനുള്ളിൽ പ്രവേശനം അനുവദിച്ചിരുന്നത്. തൊഴാനെത്തുന്ന ആരെയും തടയില്ലെന്നും തന്ത്രിയുടെ തീരുമാനപ്രകാരം തുടർ നടപടി സ്വീകരിക്കാനുമാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. 24 കാസർഗോഡ്. സൗജന്യ ആരോഗ്യ പരിപാലന കേന്ദ്രം പൊതുജനങ്ങൾക്ക് സമർപ്പിച്ച് ജാനകി പട്ടാഭിരാമൻ സ്മൃതി ട്രസ്റ്റ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. TK സീതാരാമയ്യ, HK നാരായണി അമ്മാൾ എന്നിവരുടെ സ്മരണാർത്ഥമുള്ള ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും നടന്നു. ചടങ്ങിൽ മന്ത്രി K രാജൻ, തൃശൂർ മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, കല്യാൺ ജ്വല്ലേഴ്സ് MD TS കല്യാണരാമൻ, കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ, കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ പ്രകാശ് പട്ടാഭിരാമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ മഹേഷ് പട്ടാഭിരാമൻ എന്നിവർ പങ്കെടുത്തു. വാർത്താമഴ പൂർത്തിയാവുകയാണ്. നമസ്കാരം.